ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ധാരാവി ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നാണ്. 641 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ ഏകദേശം ഒരു ദശലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. സംരംഭകത്വത്തിനും സിനിമാ പശ്ചാത്തലത്തിനും പേരുകേട്ട ധാരാവി ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ അദാനി ഗ്രൂപ്പും. 11 ബില്യൺ ഡോളറിന്റെ അഥവാ ഏകദേശം 95,000 കോടി രൂപയുടെ മുകളിൽ വരുന്ന പുനർവികസന പദ്ധതിയാണ് അദാനി ഗ്രൂപ്പിന്റെ റിയൽ എസ്റ്റേറ്റ് വിഭാഗമായ അദാനി റിയാലിറ്റി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിലൂടെ ധാരാവിയെ ആധുനിക ഭവനങ്ങൾ, വാണിജ്യ ഓഫീസുകൾ, വ്യാവസായിക കേന്ദ്രങ്ങൾ, ആഡംബര അപ്പാർട്ട്മെന്റുകൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, വിശാലമായ ഹരിത മേഖലകൾ, മികച്ച ഗതാഗത സംവിധാനം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അത്യാധുനിക നഗരമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പുനർവികസനം വെറുമൊരു നിർമ്മാണ പദ്ധതി എന്നതിലുപരി അദാനി റിയാലിറ്റിയുടെ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പദ്ധതിയിലൂടെ ഏകദേശം 14 ബില്യൺ ഡോളർ വരുമാനവും 3 ബില്യൺ ഡോളർ ലാഭവും നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദാനി ഗ്രൂപ്പിന് ഇതൊരു വലിയ വെല്ലുവിളി നിറഞ്ഞ പദ്ധതിയാണെങ്കിലും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നുകൂടിയാണ്. ധാരാവി പുനർവികസനം മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള താമസക്കാർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക, വൃത്തിയുള്ള ഭവനങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, ആധുനിക സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉറപ്പാക്കാനും ലക്ഷ്യം വെക്കുന്നുണ്ട്. വൻകിട നിക്ഷേപ പദ്ധതികൾ ആകർഷിക്കാനും നഗരത്തിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പദ്ധതി സഹായകരമാകും. മാത്രവുമല്ല, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും പദ്ധതിയിലൂടെ സാധ്യമാകും. റിയൽ എസ്റ്റേറ്റ് പദ്ധതി എന്നതിലുപരി ആധുനിക നഗരങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് അദാനി ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ധാരാവിയുടെ യഥാർത്ഥ ശക്തിയും പാരമ്പര്യവും ആത്മാവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി ആയിരിക്കും ഇത്. ഈ പദ്ധതി വിജയകരമായാൽ സുസ്ഥിരമായ നഗര പുനർവികസനത്തിന് ഒരു ദേശീയ മാതൃകയായി ഇത് വർത്തിക്കും. സ്വകാര്യ മൂലധനവും പൊതു കാഴ്ചപ്പാടും എങ്ങനെ ഒരുമിച്ച് ചേർന്ന് സമൂഹങ്ങളെ ഉയർത്തുകയും നഗരങ്ങളെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഇത് മാറും. ഈ ബൃഹത്തായ പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അത് തീർച്ചയായും കമന്റ് ചെയ്യുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.